കോൺഗ്രസ് പിരിച്ച ഫണ്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് ഇന്നേ വരെ കോൺഗ്രസ് നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വിസ്മയമായ ഒരു കാര്യം. എത്രയോ ദിവസമായി തുടങ്ങിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു എന്നുള്ളത് സത്യമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, പുനരധിവാസ ഫണ്ടിലേക്ക് നയാ പൈസ കൊടുക്കാൻ പാടില്ല. അത് ഉദ്യോഗസ്ഥന്മാരോടും അവർ തന്നെയാണ് പറഞ്ഞത്. MLA മാരോടും MP മാരോടും അത് തന്നെയാണ് പറഞ്ഞത്. അന്നത്തെ KPCC പ്രസിഡന്റ് അവർ പ്രത്യേക അക്കൗണ്ടിൽ പ്രത്യേക ആപ്പ് ഉണ്ടാക്കിയിട്ട് ഫണ്ട് പിരിച്ചു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 100 വീട് കോൺഗ്രസും 30 വീട് DYFI 25 വീട് പറഞ്ഞപ്പോൾ ഞങ്ങൾ 30 വീട് കൊടുക്കും എന്ന് യൂത്ത് കോൺഗ്രസ്. രാജീവ് ഗാന്ധി, അത് ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി 100 വീടും, അങ്ങനെ 230 വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പുനരധിവാസത്തെ പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും നിരന്തരമായിട്ട് ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് അദ്ദേഹം, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാക്കന്മാർ, അന്നത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത്. 1.5 വർഷമായി ഏത് ഫണ്ട് എവിടെ എത്ര എന്നുള്ളതിനെപ്പറ്റി ഒരു വിവരവുമില്ല. KPCC അക്കൗണ്ടിൽ ഉണ്ടോ മറുപടി പറയുന്നില്ല. ഞങ്ങളുടെ സംയുക്ത അക്കൗണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. 2 ആളും മത്സരിക്കുന്നവരാണ്. ഇന്നത്തെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, അതേപോലെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്നവരുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിൽ അവരിതൊന്നും പറയുന്നില്ല. ഇതിന് എവിടെ ഈ ഫണ്ടത്രയോടെ പോയി? കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു എന്നാണ് വിവരം. സ്വാഭാവികമായിട്ടും ഇതേവരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദിച്ചിട്ടും മറുപടി പറയുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അതൊന്നും നിങ്ങൾക്ക്, ഈ മാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമല്ല. കാരണം നിങ്ങളെല്ലാം ഇതിനെല്ലാം മൂടി വെക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് VD സതീശനെയും കോൺഗ്രസിനെയും സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.